ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിടയം. കാർപ്പിടയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നാം നോക്കുന്നത് നടക്കാൻ പോകുന്ന 2 മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ജനറൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനി, കാറ്റഗറി നമ്പർ 572-2023, 573-2023, 574-2023. Then Armed Police Sub-Inspector, category number 575-2023 and 576-2023. ഇതിൻ്റെ സിലബസാണ്. സിലബസ് അനുസരിച്ച് എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് നോക്കാൻ പോകുന്നത്. സോ ഇതിൽ നമുക്ക് ഹിസ്റ്ററിക്ക് 3, ജോഗ്രഫിക്ക് 3, ഇക്കണോമിക്സിന് 3, കേരള ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന് 5, ലൈഫ് സയൻസ് പബ്ലിക് ഹെൽത്ത് 6, കറണ്ട് അഫയേഴ്സിന് 5 മാർക്ക്, മാത്സിന് 10, ജനറൽ ഇംഗ്ലീഷിന് 10, മലയാളത്തിന് 10, then സ്പെഷ്യൽ ടോപ്പിക്കിന് 45. ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ജനറൽ നോളേജിൽ നമുക്ക് ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, കേരള ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സയൻസ്, ഇത്രയും വിഷയത്തിൽ ആണ് നമുക്ക് ജി കെയിൽ വരുന്നത്. 20 മാർക്കാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 5 മാർക്കിന്, അപ്പോൾ 25 മാർക്കായി. പിന്നെ മാത്സിൽ നിന്ന് 10 മാർക്ക്, പിന്നെ ഇംഗ്ലീഷിൽ നിന്ന് 10 മാർക്ക്, ദെൻ മലയാളം 10 മാർക്ക്, സ്പെഷ്യൽ ടോപ്പിക്ക് 45 മാർക്ക്. ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാവുന്നത് എന്താണ്? സ്പെഷ്യൽ ടോപ്പിക്കും ഇംഗ്ലീഷും മാത്സും മലയാളവും അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം? ലിസ്റ്റിൽ കയറിക്കൂടാം. മാക്സിമം ജി കെ വിഭാഗത്തിൽ നിന്നും നെഗറ്റീവ് വരാതെ സൂക്ഷിച്ചാൽ മതി. സോ സ്പെഷ്യൽ ടോപ്പിക്കിൽ ഊന്നിയിട്ടാവണം നിങ്ങളുടെ പഠനം. കാരണം ആ ഭാഗത്തായിരിക്കും നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറച്ച് കുറവ്. കാരണം അത് പുതിയൊരു വിഭാഗമാണ്. IPC CRPC ഒക്കെ പഠിച്ച് പോയാലേ നിങ്ങൾക്ക് ആ സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടുള്ളൂ. അതുപോലെ സൈബർ ക്രൈംസ്, IT സൈബർ, ഇതുകൂടി അതിൽ വരും. സോ അത് പഠിച്ചാൽ മാത്രമാണ് കിട്ടുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പെഷ്യൽ ടോപ്പിക്കിൽ IPC CRPC സെക്ഷന് പ്രധാനപ്പെട്ട കുറച്ച് സെക്ഷനുകൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരു സെഷൻ വെക്കാവുന്നതാണ്. 1 അല്ല 2-3 സെഷന് CRPC വളരെ ഈസി ആയിട്ട് IPC CRPC ഒക്കെ എങ്ങനെ പഠിക്കാം എന്നുള്ളത് നമുക്ക് ആ IPC സെക്ഷനുകൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ബ്രെയിനിലെത്തുന്ന രീതിയിൽ നമുക്കൊരു പഠനം ഒരുക്കാവുന്നതാണ്. സോ അത് കമൻറ്റ് ചെയ്യാം. സോ ഇതിൽ പറയാനുള്ള ഒരു കാര്യം, ഒരു സിലബസ് മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് ഉദ്ദേശം. ഹിസ്റ്ററിക്ക് 3 മാർക്ക്, ജോഗ്രഫിക്ക് 3 മാർക്ക്, എക്കണോമിക്സിന് 3 മാർക്ക്, അങ്ങനെ ജി കെ വിഭാഗത്തിൽ നിന്ന് 20 മാർക്കും, കറണ്ട് അഫയേഴ്സിൽ നിന്ന് 5 മാർക്കും, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം വിഭാഗത്തിൽ നിന്ന് 30 മാർക്കും, സ്പെഷ്യൽ ടോപ്പിക്കിൽ 45 മാർക്കും. സോ അതുപോലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് 45 മാർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കണം നിങ്ങളുടെ പഠനം. പിന്നെ ബാക്കിയുള്ള 30 മാർക്ക് ഇതിലായിരിക്കണം നിങ്ങൾ കൂടുതലായിട്ട് സമയം സ്പെൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഒരു 60 മാർക്കിനടുത്ത് നേടിയാൽ, അല്ലെങ്കിൽ 60 മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ജോബ് കരസ്ഥമാക്കാം. ഒരു യൂണിഫോം പോസ്റ്റാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ പ്രിലിം പാസ്സായവരാണ് എല്ലാവരും. കട്ട് ഓഫ് കുറച്ച് കുറവായതുകൊണ്ട് അധികം ആളുകളും മെയിൻ ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടാവും. സോ ഇതൊരു യൂണിഫോം പോസ്റ്റാണ്, പലരുടെയും സ്വപ്ന പോസ്റ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലെ ഇരിക്കുന്ന പല ആളുകളും മറ്റു പല ലിസ്റ്റിലുള്ളവരായിരിക്കും. ചിലപ്പോൾ ഒരു എക്സാം എന്നുള്ള രീതിയിൽ എഴുതിയവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഹൈ മാർക്ക് നേടിയവർ വീണ്ടും ഇതിന് വരുന്നു പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ മേജർ ഒരു കടമ്പ എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ഒരു മെയിൻ എക്സാമാണ്. ഇതിലൊരു 60 മാർക്ക് നേടുക എന്നുള്ളതാണ് മെയിൻ കടമ്പ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നതാണ് ഫിസിക്കൽ. എങ്ങനെ പോയാലും ലിസ്റ്റിലൊരു 500 പേരെടുത്താൽ അതിൽ 150 പേരെ വിജയിക്കുള്ളൂ. സോ അതിനനുസരിച്ചായിരിക്കും ആളുകൾ തിരഞ്ഞെടുക്കുക. 30-35% ആളുകൾ മാത്രമായിരിക്കും ഫിസിക്കൽ അക്വയർ ചെയ്യുക. അതിൽ തന്നെ ഒരു 10% ആളുകൾ എങ്ങനെ പോയാലും ഫിസിക്കൽ പാസ്സാവുന്നവരാണ്. ഓൾറെഡി ഫിസിക്കൽ ഉള്ളവരായിരിക്കും, എക്സാം തുടർച്ചയായി എഴുതുന്നവരായിരിക്കും. രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ, അതായത് ഫിസിക്കൽ എക്സാമിൻ്റെ കുറച്ച് ദിവസം മുന്നേ ഒക്കെ ഒന്ന് പൊടികെട്ടി എടുത്താൽ ഫിസിക്കൽ പാസ്സാവുന്ന ആളുകളാണ്. ബാക്കി പേഴ്സൻറ്റേജിലെ ആളുകൾക്കാണ് വളരെയധികം കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമാണ്
ഈ ഒരു കടമ്പ കടക്കാൻ സാധിക്കുക. സോ അതുകൊണ്ടാണ് ഒരു 30-35% മാത്രം ആളുകളാണ് ഫിസിക്കൽ എന്നുള്ള കടമ്പ കയറി മുന്നോട്ട് നീങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് എന്ന് പറയുന്നത് 60 മാർക്ക് നേടിയാൽ നിങ്ങൾ സേഫ് ആകും എന്നുള്ളത് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ മനസ്സിലാക്കാം. കാരണം എസ്എ എക്സാമിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ടഫായിരിക്കും. മാക്സിമം കട്ട് ഓഫ് കുറക്കുന്ന രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിട്ടുള്ളത്. ചരിത്രത്തിലെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പിന്നെ ഇതിൽ ഇപ്പോൾ 30 കഴിഞ്ഞവരും കുറേ ആളുണ്ടാവും. ഇതൊരു സ്വപ്നം പോലെ കൊണ്ടു നടക്കുന്നത് അവസാന കാലത്ത് ഇപ്പോൾ 33-35 വയസ്സ് വരെ എത്തിയവരൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും. അവർക്ക് ഫിസിക്കലായിരിക്കും മേജറായിട്ടുള്ളൊരു കടമ്പ എന്ന് പറയുന്നത്. സോ ഈ ഫിസിക്കൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് കൂടിയാണ് ഇത് എന്ന് മനസ്സിലാക്കുക. ഡീറ്റെയിൽഡ് സിലബസ് PSCയുടെ സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ അതനുസരിച്ച് നോക്കാം. നമ്മളിപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ IPC CRPCയിൽ ഊന്നിയിട്ടായിരിക്കും നമ്മൾ പഠനം ഒരുക്കുന്നത്. സോ അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വളരെ ഈസി ആയിട്ട് അത് നിങ്ങളുടെ മനസ്സിലെത്തുന്ന രീതിയിലാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. സോ അത് ആവശ്യമുണ്ടെങ്കിൽ പറയാം. സോ അത്രയാണ് പറയാനുള്ളത്. 100 മാർക്ക്. രണ്ടാമത്തെ കടമ്പ എന്ന് പറയുന്നത് ഫിസിക്കലാണ്. പറഞ്ഞതുപോലെ 8 ഐറ്റത്തിൽ 5 ഐറ്റമെങ്കിലും മാൻഡേറ്ററി ആയിട്ട് പാസ്സായിരിക്കണം. അതായത് 100 മീറ്ററിൻ്റെ ഒരു ഓട്ടം ഉണ്ടാവും. അതുപോലെ 14 സെക്കൻഡിനുള്ളിൽ 100 മീറ്റർ കവർ ചെയ്യണം. പിന്നെ ഹൈ ജമ്പ് ഉണ്ട്, ലോങ് ജമ്പ് ഉണ്ട്, പിന്നെ ക്രിക്കറ്റ് ബാൾ ത്രോ ഉണ്ട്, ഷോർട്ട് പുട്ട് ഉണ്ട്, പിന്നെ അവസാനം 1500 മീറ്റർ ഉണ്ടാവും. പിന്നെ ഒന്നുള്ളത് നമ്മുടെ പുള്ളപ്പാണ്, പിന്നെ ഒന്ന് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. ഇങ്ങനെ 8 ഐറ്റാണ് ഇതിലുണ്ടാവുക. അതിൽ അവസാനത്തെ ഐറ്റായിരിക്കും 1500 മീറ്റർ. അതിനെത്തുന്നതിന് മുമ്പ് തന്നെ മാക്സിമം 7 ഐറ്റത്തിലെങ്കിലും 5 എണ്ണം കരസ്ഥമാക്കാൻ ശ്രമിക്കണം. സോ അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്കത് പാസ്സാക്കാൻ കഴിയും. സോ അത്രയാണ് പറയാനുള്ളത്. പിന്നെ ഉള്ളൊരു കടമ്പ എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ഒരു കടമ്പയല്ല, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കടമ്പയായിട്ട് വിചാരിക്കുന്നവർ. ഒരു 10 മുതൽ 14 മാർക്കിന് ഇടയിലാണ് എല്ലാവർക്കും മാർക്ക് കിട്ടുക. ഒരു ആവറേജ് മാർക്ക് എന്നുള്ളത് എല്ലാവർക്കും 12 മാർക്ക് എന്തായാലും കിട്ടും. നല്ല പെർഫോം ചെയ്താൽ 13ഉം 14ഉം നേടാൻ കഴിയും. സോ ഇൻ്റർവ്യൂ ഒരു ടാസ്ക് ആയിട്ട് കണക്കാക്കേണ്ട, എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ ലഭിക്കും. അവർ ചോദിക്കുന്ന ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. നമ്മുടെ ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, നമ്മുടെ ഒരു ബിഹേവിയർ, അപ്രോച്ച്, ഇതിനൊക്കെ അനുസരിച്ചാണ് മാർക്ക് നൽകുക. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുഴപ്പിക്കുന്ന രീതിയല്ല ഇൻ്റർവ്യൂ. സോ ഇൻ്റർവ്യൂവിനൊരു നിങ്ങൾ പരിഗണനയിൽ ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെയിൻ പരിഗണന നൽകേണ്ടത് എക്സാമിനാണ്. അതിനുശേഷം നിങ്ങൾ നൽകേണ്ടത് ഫിസിക്കലിനാണ്. ഈ 2 കടമ്പ മാത്രമേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട്, സ്പെഷ്യൽ ടോപ്പിക്കിലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.